ഇപ്പം മഴയൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറേ കിളികളുടെ സൗണ്ടാട്ടോ കേൾക്കുക. കുയിലും മഞ്ഞക്കിളിയും കരിയിലപ്പടയും അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര കലവില സൗണ്ടാട്ടോ. അപ്പം ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്പത്തലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അരിയൊക്കെ തലേദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരി നമ്മൾ അമ്മിയിൽ അരച്ചാണ് ഉണ്ടാക്കുന്നത്. ഗ്രൈൻഡറിൽ അരച്ചും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കടലക്കറിയാണ് ഉണ്ടാക്കിയത്. ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ചിക്കൻ കറിയാണ്. ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ വീട്ടിലൊരാൾ വിരുന്ന് വന്നത്. വെള്ളത്തിന്റെ മുകളിൽ കൂടെ കയറിയിട്ട് അതിന്റെ ഇലയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അത് ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ളി ഇങ്ങനെ നാശമായി കിടക്കുന്ന വേറൊന്നുമില്ല കേട്ടോ. കാറ്റടിച്ചപ്പോൾ തെങ്ങ് നമ്മുടെ കോഴിക്കോടിന്റെ മുകളിലേക്ക് വീണേ. അപ്പോൾ അതിന്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ തീർത്ത് പൊട്ടിക്കിടക്കുന്നത്. ആളിതാ കപ്പളത്തിന്റെ ഇല കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സൗണ്ട് അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് അത് പോവുകയാണ്. മക്കൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് അവരെ കളിക്കാൻ വിട്ടിട്ടുണ്ട്. ടി വി ഒക്കെ തുറന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർ കാണുന്നൊന്നുമില്ല. എന്നാലും അവരങ്ങനെ നിന്നിട്ടില്ലെങ്കിൽ നമ്മളെ പണിയൊന്നും നടക്കൂലേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചേനക്കറിയാണ് വെച്ചത്. മോരൊക്കെ വെച്ചിട്ടുള്ള ചേനക്കറിയാണ്. കടുകും വറ്റൽമുളകൊക്കെ ഇട്ടിട്ടൊന്ന് വറവും കൂടെ കഴിച്ചിട്ടുണ്ട്. തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചേനയുടെ ഇലയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുള്ള പയർ കുറച്ച് ഇരിപ്പുള്ളതുകൊണ്ട് ഇന്ന് അതാട്ടോ വെച്ചത്. നല്ല പച്ചപ്പയറായിട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട്. ഇന്ന് മീൻ കിട്ടിയത് അയിലയും നത്തലുമാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കണം. ബാക്കി നമ്മൾ നാളത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അയിലയുടെ 2 ഭാഗം നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ മസാല ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ മാത്രം കേട്ടോ ചേർക്കുന്നുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയായതുകൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മത്തി നമ്മൾ ഇന്നലെ കുരുമുളക് ഇട്ടിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ചോറ് കഴിച്ചു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഗണപതി നാരങ്ങയുടെ അച്ചാറും കൂടി ഉണ്ടായിരുന്നേ. ചോറൊക്കെ കഴിഞ്ഞ് വേഗം കുഞ്ഞിനെ ഉറക്കി കിട്ടും. നമുക്കിന്ന് വൈകിട്ട് ഒരു മരിച്ച വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വൈകിട്ടത്തെ ചായക്ക് നൂലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചരിയൊക്കെ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് വെള്ളം തോരാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേഗം പച്ചരിയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തു കേട്ടോ. നൂൽപുട്ടിനൊക്കെ പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നാത്തൂന് ഇവിടെ പൊടി വറുക്കുന്നുണ്ട്. നല്ലോണം വറുത്ത് കിട്ടണം കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഇല എടുക്കാൻ പോയിട്ടുണ്ട്. തോരനുള്ളൊരു ഐറ്റം കൂടെ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഇലയൊക്കെ നമ്മൾ എടുത്തിട്ട് വന്നേ. പോകുന്നതിന് മുമ്പ് ഇതൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് വേഗം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാട്ടോ ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നത്. നമ്മളവിടെ പോയി തിരിച്ചു വരുവാണ്. അടിപൊളി സ്ഥലം കേട്ടോ ഇവിടെ കാണാൻ. ഒരു മലയുടെ ടോപ്പിലാണ്. ഒരാളിവിടെ എന്തൊക്കെയോ പെറുക്കിക്കൊണ്ടാട്ടോ വരുന്നത്. എന്തെങ്കിലും ഒരു വടി കണ്ടു കഴിഞ്ഞാൽ അത് എടുക്കാണ്ട് വരൂലേ. എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ അടുക്കളയിലൊക്കെ കേട്ടോ നൂലട ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മാവൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്ത് ഇല ചെറുതായിട്ടൊന്ന് മടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. എല്ലാവർക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫില്ലിങ്ങിൽ നമുക്ക് ശർക്കര ഇടാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഇട്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.